ഹായ് കൂട്ടുകാരെ, ഹായ് പ്രൈസ് ലോർഡ്. വീണ്ടും നമുക്കൊരു സൺഡേ കർത്താവ് സമ്മാനിച്ചല്ലോ. ഇനി സ്കൂളൊക്കെ തുറക്കുന്ന കാലമായി പല പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ വെക്കേഷനൊക്കെ വളരെ നന്നായി കഴിഞ്ഞു അല്ലേ. സ്കൂളൊക്കെ തുറക്കുമ്പോൾ നല്ലൊരു പുതിയ തീരുമാനത്തോടെ ആഗ്രഹത്തോടെ വളരെ സന്തോഷപൂർവ്വമൊക്കെ ആയിരിക്കട്ടെ. ആൻറ്റി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും ഒക്കെ അനുസരിച്ച് പഠനമൊക്കെ നന്നായി പോകട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ദൈവം ബ്ലെസ് ചെയ്തട്ടെ. ഓക്കെ, നമുക്ക് പാടാം. യേശു ക്രിസ്തു ഏകനേയുള്ളൂ, കർത്താവല്ലാതാരുമേയില്ല. യേശു ക്രിസ്തു ഏകനേയുള്ളൂ, കർത്താവല്ലാതാരുമേയില്ല. ആകാശത്തിൻ കീഴിൽ ഭൂമിക്കു മുകളിൽ ഏകരക്ഷകനേശു മാത്രം. യേശു ക്രിസ്തു ഏകനേയുള്ളൂ, കർത്താവല്ലാതാരുമേയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന കർത്താവ് മനുഷ്യനായി അവതരിച്ചു. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന കർത്താവ് മനുഷ്യനായി അവതരിച്ചു. അത്ഭുതങ്ങൾ ചെയ്തു അതിശയമായി വാണും, അത്ഭുതങ്ങൾ ചെയ്തു അതിശയമായി വാണും. സാധുക്കൾക്ക് അനുഗ്രഹമായി, രോഗികൾക്ക് ആശ്വാസമായി. സാധുക്കൾക്ക് അനുഗ്രഹമായി, രോഗികൾക്ക് ആശ്വാസമായി. യേശു ക്രിസ്തു ഏകനേയുള്ളൂ, കർത്താവല്ലാതാരുമേയില്ല. യേശു ക്രിസ്തു ഏകനേയുള്ളൂ, കർത്താവല്ലാതാരുമേയില്ല. ദേവാലയത്തിൽ കയറി വന്ന കർത്താവ് വാണിഭക്കാരെ അടിച്ചോടിച്ചു. ദേവാലയത്തിൽ കയറി വന്ന കർത്താവ് വാണിഭക്കാരെ അടിച്ചോടിച്ചു. എൻ പിതാവിൻ്റെ ആലയം കള്ളന്മാരുടെ ഗുഹയാക്കി, എൻ പിതാവിൻ്റെ ആലയം കള്ളന്മാരുടെ ഗുഹയാക്കി. വേദനയോടെ യേശു കർത്താവ് വിശ്വസ്തരുണ്ടോ ചുറ്റും നോക്കി. വേദനയോടെ യേശു കർത്താവ് വിശ്വസ്തരുണ്ടോ ചുറ്റും നോക്കി. യേശു ക്രിസ്തു ഏകനേയുള്ളൂ, കർത്താവല്ലാതാരുമേയില്ല. തോട്ടത്തിൽ നിന്നിറങ്ങി വന്ന കർത്താവ് ഞാനിതവർ പോയിക്കൊള്ളട്ടെ. തോട്ടത്തിൽ നിന്നിറങ്ങി വന്ന കർത്താവ് ഞാനിതാ അവർ പോയിക്കൊള്ളട്ടെ. മാനവരക്ഷ സാധിപ്പാൻ കാൽവരിയിൽ യാഗമായി, മാനവരക്ഷ സാധിപ്പാൻ കാൽവരിയിൽ യാഗമായി. മൂന്നാം നാളിൽ ഉയർത്തെഴുന്നു, ഇന്നുമെന്നും വാണിടും യേശു. മൂന്നാം നാളിൽ ഉയർത്തെഴുന്നു, ഇന്നുമെന്നും വാണിടും യേശു. യേശു ക്രിസ്തു ഏകനേയുള്ളൂ, കർത്താവല്ലാതാരുമേ
ആദ്യ മനുഷ്യനായ ആദാമിനെ ദൈവം തൻ്റെ സാദൃശ്യത്തിൽ ഏകനായി സൃഷ്ടിച്ചു. യാതൊരു ഊനവുമില്ലാതെയാണ്, അത് പാപമില്ലാത്തവനായിട്ടാണ് സൃഷ്ടിച്ചത്. അളവിലും തൂക്കത്തിലും ആരോഗ്യത്തിലും സൗന്ദര്യത്തിലും ബുദ്ധിയിലുമെല്ലാം ഗംഭീര സൃഷ്ടി തന്നെയായിരുന്നു. മനുഷ്യൻ തേജസ്സിനാൽ നിറഞ്ഞ ദൈവത്തിൻ്റെ രൂപവും ഭാവവും തന്നെയായിരുന്നു. തേജസ്വിയായ ആദാം സകല സമ്പൂർണനായിരുന്നു. ഉൽപ്പത്തി 2:8 നാം കാണുന്നു, അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളി ചെയ്തു. അങ്ങനെ ദൈവം ആദാമിൽ നിന്ന് ഹവ്വയെ സൃഷ്ടിച്ചു. ഉൽപ്പത്തി പുസ്തകം നമുക്ക് 2:24 എത്തുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു, അവർ ഏകദേഹമായി തീർന്നു എന്നാണ്. ആദാമും ഹവ്വയും ഏദൻ തോട്ടത്തിൽ അനേക നാളുകൾ പാപമില്ലാതെ ഏകദേഹമായി സന്തോഷത്തോടെ വാണു. അപ്പോഴാണ് സാത്താൻ വന്ന് ഹവ്വയെ വഞ്ചിച്ച് ദൈവത്തോട് പാപം ചെയ്യിച്ചത്. വിലക്കപ്പെട്ട പഴം കഴിച്ച് ഹവ്വ ആദാമിനെ കാര്യം ബോധിപ്പിച്ചു. തൻ്റെ ഭാര്യയെ വിട്ടുപിരിയാതിരിക്കുവാൻ ആദാം ഹവ്വ കൊടുത്ത പഴം കഴിച്ചു, പാപിയായി തീർന്നു. ഏകൻ എന്ന പാപമില്ലാത്ത അവസ്ഥയ്ക്ക് മാറ്റം വന്നു. തേജസ് നഷ്ടപ്പെട്ടു. റോമർ 5:12 നാം കാണുന്നത്, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. അങ്ങനെ ആദാം ഹവ്വയിൽ നിന്നുളവായവരെല്ലാം തലമുറയായി പാപാന്തകരത്തിൽപ്പെട്ട് നിത്യനരകത്തിലേക്ക് സർവരും നശിക്കുന്നത് കണ്ട് സൃഷ്ടിതാവായിട്ടുള്ള കർത്താവ് തന്നെ ഏകനായി മനുഷ്യജന്മം എടുത്തു വന്നു. റോമർ 5:15 നാം കാണുന്നു, ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികവും കവിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ വാക്യം റോമർ 5:19. ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. റോമർ 5:19. യേശു ക്രിസ്തു ഏകനേയുള്ളൂ, കർത്താവല്ലാതാരുമേ ഇല്ല. യേശു ക്രിസ്തു ഏകനേയുള്ളൂ, കർത്താവല്ലാതാരുമേ ഇല്ല. ആകാശത്തിൻ കീഴിൽ ഭൂമിക്കു മുകളിൽ ഏകരക്ഷകനേശു മാത്രം. യേശു ക്രിസ്തു ഏകനേയുള്ളൂ, കർത്താവല്ലാതാ